നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊല അത് ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന സാക്ഷിമൊഴി, ദൃക്സാക്ഷി കണ്ട ആ കാഴ്ച എത്ര ഭയാനകമാണ്, എത്ര ഭീകരമാണ്. എന്താണ് സംഭവിക്കുന്നത്? അത് ഇന്ത്യയിൽ തന്നെയാണോ സംഭവിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സംഭവം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടന്നിരിക്കുന്നത്. ദുരൂഹത ഏറെ തളം കെട്ടി നിൽക്കുന്ന വളരെ ഭയാനകമായ പൈശാചികമായ ഒരു അവസ്ഥയാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ, പോലീസിനോടാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ ഒരു തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, തന്നെ ഭയപ്പെടുത്തി, അതുകൊണ്ട് തന്നെ തനിക്ക് അത് തടയാനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ ഇത്രയും കൊലപാതകങ്ങൾ കണ്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തി, ഇതെല്ലാം വളരെ കേൾക്കുന്നവർക്കൊക്കെ ഒരു വലിയൊരു ഭീതി പരത്തുന്ന ഒരു വാർത്തയാണിത്. പല കൊലപാതകങ്ങളും നേരിട്ട് കണ്ടെന്നും മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ശുചീകരണ തൊഴിലാളി മൊഴി നൽകി. 100-ലധികം മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോട് ചേർന്ന് വനമേഖലയിൽ താൻ അടക്കം ചെയ്തിട്ടുണ്ടെന്നും ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്. 1995 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ചിലത് കത്തിച്ച് കളയുകയായിരുന്നുവെന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം വളരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതായത് മനുഷ്യരെയാണ് കൊണ്ടുവന്ന് കൊല്ലുന്നത്. അപ്പോൾ ഈ മരിച്ചത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ പോലീസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ആരാണ് ഈ ക്രൂരത ചെയ്യുന്നത്? ഒരു വ്യക്തിയാണോ? ഒരു കൂട്ടം വ്യക്തികളാണോ? ആരാണ് ഇതിന് പിന്നിൽ? മനുഷ്യജീവൻ ഇത്രയൊക്കെ വില മാത്രമേ ഉള്ളുവോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന, അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ച ഈ ഒരു സംഭവം വളരെയധികം ഭയാനത ഉളവാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ റിട്ടയർഡ് SP ജോർജ് ജോസഫ് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ കേട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഞെട്ടി. കേരളത്തിലെ മിക്കവാറുമുള്ള വാർത്താ ചാനലിലെ ആൾക്കാർ, ക്യാമറാമാനും സംഘവും അവിടെ ഉണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അധികം പേര് ഈ വാർത്തകൾ അവിടെ നിന്ന് റിലേ ചെയ്യാൻ എത്തുന്നതായിട്ട് കാണുന്നില്ല. എങ്കിലും മലയാളികളും ചില പ്രത്യേക ന്യൂസ് 18, അതുപോലെയുള്ള 24, പിന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റും അവരുടെ ക്യാമറാമാനെയൊക്കെ ഞാൻ കണ്ടു. ധർമ്മസ്ഥലയിൽ നടന്നത് എന്താണ് എന്ന് ആ ശുചീകരണ തൊഴിലാളിയെ വെളിപ്പെടുത്തലോട് കൂടിയാണ് ഇതുപോലെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ കുതികളും ഒക്കെ അവിടെ ചെന്ന് ചേർന്നിരിക്കുന്നത്. അവിടെ തമിഴ്നാട്, കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഒരു സ്ക്വാഡിനെ രൂപീകരിച്ചു. DGP പ്രണവ് കുമാർ മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ളതാണ് 24 അംഗ സംഘം. കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി G. പരമേശ്വര ആണ് അത് വെളിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുമായിട്ട് ചോദിച്ച് സംസാരിച്ച് ആണ് ഈ ടീമിനെ സജ്ജമാക്കി എന്നാണ് വാർത്ത വന്നത്. എന്നാൽ ആ ടീമിലെ 24 അംഗ ടീമിൽ നിന്ന് ചിലരൊക്കെ അങ്ങോട്ട് പിന്മാറിക്കഴിഞ്ഞു. അവിടുത്തെ മാംഗ്ലൂരിലെ DCP ആയിരുന്ന വനിതാ IPS ഉദ്യോഗസ്ഥ അവര് ഇതിനകത്ത് പങ്കെടുക്കാതെ, എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് അവർ പിന്മാറി. അതോടൊപ്പം തന്നെ അടുത്തൊരാളൂടെ പിന്മാറി. MN അനുച്ഛേദ് എന്ന് പറഞ്ഞ ഒരു IG, അദ്ദേഹം ഈ സ്ക്വാഡിലുണ്ട്. അദ്ദേഹം പിന്മാറി. എന്തുകൊണ്ടാണ് അസൗകര്യം കാണിച്ചവർ പലരും പിന്മാറി തുടങ്ങിയത് എന്ന് മനസ്സിലാവുന്നില്ല. കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര അത് ഡിക്ലെയർ ചെയ്ത ശേഷം ചില പോലീസ് ഉദ്യോഗസ്ഥർ പിന്മാറിയത് മനഃപൂർവ്വമാണോ ഭയപ്പെട്ടിട്ടാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും പലരും പിന്മാറി. ഇപ്പോഴത്തെ ശുചീകരണ തൊഴിലാളി ആയ വ്യക്തി കോടതി വന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു. അത് ഒരു സംഘം അഡ്വക്കേറ്റന്മാരുടെ പിന്തുണയോടെയാണ് കോടതി വന്ന് രഹസ്യമായിട്ട് മൊഴി 164 കൊടുത്തത്. അദ്ദേഹം ഒരു 164 ഒരു കോടതിയിൽ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറി, പോലീസ് അതനുസരിച്ച് അതിനകത്ത് എത്ര കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞാൽ അത്രയും കേസുകൾ എടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഏതൊക്കെ ജില്ലകളിലാണ്, അല്ലെ ഏതൊക്കെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്, അവിടങ്ങളിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കേസുകൾ എടുക്കേണ്ടി വരും. ചിലപ്പം 1-2 കേസുകൾ എടുക്കേണ്ടി വരാം. വെളുത്തങ്ങാടിയിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് ഉണ്ടായ ഈ സംഭവം 2014 വരെയുള്ള കാലഘട്ടത്തിലെയാണ്. 1995 മുതൽ 2014 വരെയുള്ള സമയത്തായിരുന്നു താൻ ശുചീകരണ തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്ത സമയം. ആ സമയത്താണ് ഈ റേപ്പ് ചെയ്ത ആൾക്കാരെയും
കൂട്ടക്കൊലപാതകം നടത്തിയവരെയും കൂട്ടബലാത്സംഗം നടത്തിയവരെയും അതുപോലെ കൂട്ട ശവസംസ്കാരം നടത്തേണ്ട ആവശ്യവും വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഭയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുകുട്ടിയെ ഒരു റേപ്പ് അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് ആരോ ചെയ്തു. അതോടെ ഭയപ്പെട്ടിട്ട് അദ്ദേഹം കുട്ടിയും കുടുംബവുമായിട്ട് ആ സംസ്ഥാനം വിട്ടു. ഇപ്പം മറ്റൊരു സംസ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. എങ്കിലും ചെയ്തു പോയ തെറ്റുകൾ അത് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറയാൻ അയാൾ തയ്യാറായി. തൻ്റെ കൊച്ചിന് ഒരു അനുഭവം ഉണ്ടായതോടുകൂടി ഇതുപോലെ കൂട്ടബലാത്സംഗം ചെയ്യുന്നവന്മാരെ പറ്റിയും അങ്ങനെ ആ കൂട്ടബലാത്സംഗം ചെയ്ത് മരണപ്പെട്ട ആൾക്കാരെ കുഴിച്ചിട്ട സ്ഥലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം വെളിവാക്കാം എന്ന് അവിടുത്തെ പോലീസിൻ്റെ അടുത്ത് പലതവണ ഇദ്ദേഹം പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം കൊടുക്കുകയോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയാണോ സത്യമാണോ എന്ന് നോക്കുകയോ അതിനെതിരായിട്ട് കോഗ്നിസൻസ് എടുത്ത് കേസ് ആയിട്ട് മുന്നോട്ട് പോകുകയോ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്തില്ല. ഇപ്പോൾ അവിടുത്തെ ചില അഡ്വക്കേറ്റന്മാർ രംഗത്ത് വന്നു. ഒരു ജസ്റ്റിസ് ഗോപാല ഗൗഡ, അദ്ദേഹം റിട്ടയർ ചെയ്ത ധർമ്മസ്ഥലത്ത് തന്നെയുള്ള ആളാണ്. അദ്ദേഹം ഇപ്പം ബാംഗ്ലൂർ എവിടെ താമസിക്കുന്നത്. അദ്ദേഹം സംഘവും ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ജസ്റ്റിസ് ഗോപഗൗഡയെ കർണാടകയെ പലർക്കും അറിയാം. അദ്ദേഹം ഇതുപോലെയുള്ള കാര്യത്തിന് നേതൃത്വം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അഡ്വക്കേറ്റന്മാരും ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ അതിശക്തമായിട്ട് ഇതിൻ്റെ പ്രോബ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ 2014 ശേഷം അവിടെ നടന്ന കാര്യത്തെപ്പറ്റി ശുചീകരണ തൊഴിലാളിക്ക് അറിയില്ല. 2014 ശേഷം ഏകദേശം 11 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ 11 വർഷം ഇതേപോലെ തീർച്ചയായിട്ടും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാവും. ആ 11 വർഷത്തിനകത്ത് ലേറ്റസ്റ്റ് ആയ സമയത്ത് മിസ്സിങ് ഉള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിലൊന്നും കേസെടുത്തേക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു മിസ്സിങ് കേസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പെറ്റീഷൻ പോലെ അതവിടെ കെട്ടിവെക്കും. അല്ലാതെ ഒരു FIR എടുക്കില്ല. അതിൻ്റെ പുറമേ ആൾക്കാർ പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. കാരണം ദൂര സ്ഥലത്തുനിന്ന് ധർമ്മസ്ഥലയിൽ വരുന്ന ആൾക്കാർക്കാണ് ഈ അപകടം പറ്റിയിരിക്കുന്നത് കൂടുതലും. കാരണം അവിടെ ഉള്ളവർക്ക് ഇത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കമ്പാരിറ്റീവ്ലി. എങ്കിലും പല സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് വീണ്ടും ആ പോലീസ് സ്റ്റേഷൻ അതിർത്തി വന്നേക്ക് ഇത് നടത്താനായിട്ട് കഴിയില്ല. പക്ഷേ ചില മർഡർ കേസിൽ കുട്ടികളെ കൊന്ന കേസിനകത്തെ അമ്മമാരോ അപ്പന്മാരോ ഇപ്പോൾ രംഗത്തുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇനിയെങ്കിലും നീതി നടപ്പാക്കാൻ കുറേ പേർക്കെങ്കിലും നീതി നടപ്പാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ജസ്റ്റിസ് ഗോവയുടെ പോലെ ഉള്ള ആൾക്കാർ രംഗത്ത് വന്നു, ഒരു പറ്റം വക്കീലന്മാർ രംഗത്ത് വന്നു. പക്ഷെ 164 ഒരു മൊഴി കോടതി കൊടുത്തിട്ട് അത് പ്രോബ് ചെയ്യാനായിട്ട് പോലീസിലേക്ക് അയച്ചിട്ടും അത് ഇന്ന് വരെ പ്രോബ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുതിയ നീക്കം വന്നത്. അവർ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിശദമായി പല സ്ഥലങ്ങളിലും കേസെടുത്ത് ഇയാളുടെ ഈ മൊഴി രേഖപ്പെടുത്തിയ മൊഴി അല്ലെങ്കിൽ അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായി വന്ന അയാൾ കോടതി മൊഴി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു മുഖം മുഴുവൻ കവർ ചെയ്തിരുന്നു. ആളെ തിരിച്ചറിയാത്ത വിധത്തിൽ. രണ്ടാമത് ഒരു ബ്ലാക്ക് സൂട്ട് ഇട്ടാണ്, ഒരു ബ്ലാക്ക് ഗൗൺ ഇട്ടിട്ടാണ് വന്നത്. ആരാണ് മൊഴി കൊടുക്കുന്നതെന്ന് തിരിച്ചറിയാതെ, കാരണം അവിടെ തന്നെ ശത്രുക്കൾ കോടതിയും പരിസരത്തും ഉണ്ട്, ഇയാളെ ചിലപ്പം കൊന്നുകളയും. അത് ആ പോലീസിനെ പോലും അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് വക്കീലന്മാരുടെ സംരക്ഷണത്തിൽ തന്നെ നിന്നു. പോലീസിലേക്ക് പോകണം, അവിടെ മൊഴി കൊടുക്കാൻ ചെല്ലണം, അവരെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. നല്ല കാര്യം തന്നെ. കാരണം പോലീസിലും ഇതിൻ്റെ പിണിയാളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെളുത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ഉള്ള കേസുകൾ 2014 വരെയുള്ള കേസുകളാണ്. അതിന് കേസുകളാന്ന് പറഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെയും കിടപ്പുണ്ട് ധാരാളം. 2014 ശേഷം എല്ലാം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ അതേപ്പറ്റി പെറ്റീഷനുണ്ടോ കേസുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഈ കേസിനെ സംബന്ധിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ദയവ് ചെയ്ത് ആ തൊഴിലാളി ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങൾ അത് പോയി മാന്തി ഡെഡ് ബോഡി എടുക്കുന്നതെല്ലാം എടുക്ക്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പരാതി ഉണ്ടോ, അവരുടെ പരാതികൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ആ വീട്ടുകാരെ ബന്ധപ്പെട്ട് അത് തുടക്കം മുതലേ അതിന് കേസില്ലെന്നുണ്ടെങ്കിൽ അത് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസുണ്ടോ ഇല്ലെന്ന് കൃത്യമായിട്ട് അറിയാം. ഇല്ലെങ്കിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ ഓരോ കേസുകളുടെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം ഈ ടീം. എന്നിട്ട് അതിന് കുഴിച്ചിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ അവിടെ മണ്ണ് മാന്തി അവിടുത്തെ സ്കെൽറ്റൻ എടുക്കണം. ചിലപ്പോൾ 5-6 പേരെ ഒന്നിച്ച് കണ്ടെന്ന് വരാം. അതിനകത്ത് ഈ കുട്ടിയുടെ അല്ലെ ഈ വ്യക്തിയുടെ DNA കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ സ്കെലിറ്റന്റെ അവിടുന്ന് DNAക്കുള്ള സാമ്പിള് എടുത്തിട്ട് ബന്ധുക്കളുമായിട്ട് കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ആ ഡെഡ് ബോഡി ആ കുട്ടിയുടെ ആണ്, അല്ലെ ആ സ്ത്രീയുടെ ആണ്, അല്ലെ ആ പുരുഷന്റെ ആണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ.